വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം ഓഫീസിന് നേരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ കേരളത്തിലാകെ അലയടിച്ച വലിയൊരു UDF തരംഗമുണ്ട്. ആ തരംഗത്തിൻ്റെ ഭാഗമായിട്ട് പോലും സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു വൻ വിജയമാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി അടക്കം ചരിത്രത്തിലാദ്യമായി. മുനിസിപ്പാലിറ്റി ഉണ്ടാകുന്നതിന് മുമ്പ് പോലും UDFന് ഭരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രയും ദീർഘമായ ഒരു കാലയളവിനുള്ളിൽ CPM കൈവശം വെച്ച് വരുന്ന മുനിസിപ്പാലിറ്റി അടക്കം കഴിഞ്ഞ തവണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏലംകുളം പഞ്ചായത്തിൽ ജനാധിപത്യപരമായിട്ട് ഞങ്ങൾ വിജയിച്ചിരുന്നു. എന്നാൽ ഇടക്ക് ഒരു വലിയ കുതിരക്കച്ചവടം നടന്നു. ആ കുതിരക്കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ നേരിട്ടിടപെട്ട് ഞങ്ങളുടെ ഒരു സ്വതന്ത്ര മെമ്പറെ കൂറുമാറ്റിയിട്ടാണ് അവിടെ ഭരണം അട്ടിമറിച്ചത്. എന്നാൽ ആ അട്ടിമറിച്ച ഏലംകുളത്ത് പോലും ഇത്തവണ വീണ്ടും ജനാധിപത്യത്തിൻ്റെ കരുത്തിൽ ഞങ്ങൾ തിരിച്ചു വന്നു. ഇത് ജനങ്ങളിൽ ഞങ്ങൾ നടത്തിയൊരു വിശ്വാസത്തിൻ്റെ, ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഉജ്ജ്വല വിജയമാണ്. ആ വിജയാഘോഷം ഞങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ തൊട്ട് പിറകെ നടത്താതെ ഒരു സംഘർഷാവസ്ഥയും ഈ നാട്ടിൽ ഉണ്ടാകരുത് എന്ന ഉത്തമ വിശ്വാസവും കരുതലും കൊണ്ടാണ് ഞങ്ങൾ ഒരാഴ്ച പിന്നിട്ടിട്ടാണ് 21-ാം തീയതി നമ്മുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മതി ഞങ്ങളുടെ വലിയ ആഘോഷം എന്ന് പറഞ്ഞു. മാത്രമല്ല, ഈ ആഘോഷത്തോടനുബന്ധമായിട്ട് സ്വാഭാവികമായിട്ടും സംഘർഷ സാധ്യത ഉണ്ടാകാനിടയുള്ളത് CPMൻ്റെ ഓഫീസിൻ്റെ പരിസരത്തേക്ക് ഈ 10,000-കണക്കിന് ആളുകൾ അണിനിരന്ന ഒരു വിജയാഘോഷമാണ് ഇന്നലെ നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിജയാഘോഷം CPMൻ്റെ ഓഫീസുള്ള പട്ടാമ്പി റോഡിലേക്ക് ഒരിക്കലും പോകേണ്ട എന്ന് നേതൃതലത്തിൽ ഞങ്ങൾ തീരുമാനിച്ച് സമാധാനപരമായിട്ട് ഇത്ര വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള സംഘർഷവുമില്ലാതെ വളരെ കരുതലോടുകൂടി ഞങ്ങൾ ആ വിജയാഘോഷം അവസാനിപ്പിച്ചു. അതിനുശേഷം വളരെ ഗൂഢാലോചന നടത്തി ഒരു കാഫർ സ്ക്രീൻഷോട്ട് പണ്ട് ഉണ്ടാക്കിയ പോലെ ഒരു ഗൂഢാലോചന നടത്തി ഒരു വ്യക്തി ഫേസ്ബുക്കിൽ ഒരു പച്ച നുണ പ്രചരിപ്പിച്ചു. CPMൻ്റെ ഓഫീസിന് നേരെ കല്ലേറുണ്ടായി എന്നതായിരുന്നു ആ നുണ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, CPMൻ്റെ ഓഫീസിന് നേരെ കല്ലേറുണ്ടാകണമെങ്കിൽ ആ CPMൻ്റെ ഓഫീസിൻ്റെ പരിസരത്തേക്ക് ഏതെങ്കിലും ഒരു പ്രവർത്തകനെങ്കിലും പോകുന്നൊരു സാഹചര്യം ഉണ്ടാവണം. അതുണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു നുണപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട്, അത്തരമൊരു കള്ളപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് CPM ഒരു വലിയ ഗൂഢാലോചന നടത്തി ആളുകളെ വിളിച്ചു ചേർക്കുകയാണ്. അപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ വിചാരിച്ചൊരു കാര്യം, CPMൻ്റെ നേതാക്കൾ ഇടപെട്ട് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുൻകൈ എടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. പക്ഷേ CPMൻ്റെ നേതൃതലത്തിൽ ആലോചിച്ചുകൊണ്ട് അതിൽ CPMൻ്റെ കൗൺസിലർമാരടക്കം മുന്നിട്ടിറങ്ങിയിട്ടാണ് ഇത്തരമൊരു ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പതിവ് പോലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM തോൽക്കും. CPM തോറ്റാൽ ആദ്യമായിട്ട് അവർ നടത്തുന്ന ആക്രമണം മുസ്ലിം ലീഗിൻ്റെ ഓഫീസിന് നേരെ, ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ, അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. പോലീസിന് ഇക്കാര്യം വളരെ നേരത്തെ തന്നെ കൈകാര്യം ചെയ്യാമായിരുന്നു. പക്ഷേ പോലീസ് നോക്കി നിൽക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിന് നേരെ. ഞങ്ങൾ ഈ അടുത്ത് ഒരു 6 മാസം മുമ്പാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് വളരെ മനോഹരമായി നവീകരിച്ചത്. ആ ഓഫീസാണ് പൂർണ്ണമായും അടിച്ച് തകർത്തിരിക്കുന്നത്. ഇതൊരു കണ്ണൂർ മോഡൽ ആക്രമണമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ആക്രമണം കൊണ്ട് നേരിടാൻ UDF ആഗ്രഹിക്കുന്നില്ല. കാരണം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF LDF അല്ല എന്നതുകൊണ്ടാണ്. അത്തരമൊരു ആക്രമണവും അത്തരമൊരു ഗുണ്ടായിസവും ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് CPMൻ്റെ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള വാർഡുകളിൽ പോലും അവർ തോറ്റമ്പിയത്. സ്വാഭാവികമായിട്ടും അത്തരമൊരു പരാജയമുണ്ടാകുമ്പോൾ ആ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുന്നതിന് പകരം ഏറ്റവും നീചമായ ഒരാക്രമണം വീണ്ടും ജനങ്ങൾക്ക് നേരെ അഴിച്ചുവിടുകയാണ്. അപ്പോൾ രാത്രി UDFൻ്റെ മുഴുവൻ നേതാക്കന്മാരും രാത്രി തന്നെ ഞങ്ങളുടെ പ്രവർത്തകരോടൊപ്പം ഞങ്ങളുടെ പ്രതിഷേധ സമരവുമായി തെരുവിലിറങ്ങി നട്ടപ്പാതിര വരെയും ആ സമരം തുടർന്നു. സമരത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി മുന്നോട്ട് വെച്ചൊരു കാര്യം, പ്രതികളെ പിടിക്കാതെ ഞങ്ങൾ ഒരു കാരണവശാലും പിരിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കണ്ണൂരിലെ ആക്രമണം, വടകര താലൂക്കിലെ ആക്രമണം, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ഭാഗത്തുണ്ടാകുന്ന ആക്രമണം, അതിന് സമാനമായ ഒരു മൈൻഡ് സെറ്റുള്ള ചില നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് CPMൻ്റെ നേതാക്കന്മാർ
വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇത്തരത്തിൽ ജനപിന്തുണ നഷ്ടപ്പെട്ടിട്ടും അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ വലിയ പരാജയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ പ്രശ്നത്തെ ഗൗരവമായി തന്നെ കണ്ടു. മാത്രമല്ല, ഇതിലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, രാത്രി പോലീസ് വളരെ കൃത്യമായിട്ട് തന്നെ പോലീസ് ഇതിൽ ഇടപെടണമെന്ന് നമ്മൾ പറഞ്ഞു. ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഒരു കാര്യം പറയുന്നു. പെരിന്തൽമണ്ണയിലെ പോലീസ്, പ്രത്യേകിച്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തന്നെ വളരെ ക്രമസമാധാന പാലനത്തിന് വേണ്ടി രംഗത്തിറങ്ങി രാത്രിക്ക് രാത്രി പ്രതികളെ പിടികൂടുന്നതിൽ വലിയൊരു വിജയം പോലീസിനുണ്ടായിട്ടുണ്ട്. അത് ആശ്വാസകരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നലെ രാത്രി പ്രതികളെ പിടികൂടാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്ന ബോധ്യത്തിൽ ഇത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു പ്രശ്നം എന്ന നിലയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ, അത്ര വൈകാരികമായ പശ്ചാത്തലമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ സന്ദർഭത്തിൽ ഒരു ആക്രമണത്തിന് നമ്മൾ തുനിയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് ആക്രമണം അയച്ചുവിടാമായിരുന്നു. ഞങ്ങൾക്ക് LDFൻ്റെ CPMൻ്റെ ഓഫീസ് ഞങ്ങൾക്ക് ആക്രമിക്കാമായിരുന്നു. പക്ഷെ ഒരിക്കലും UDF അത് ചെയ്യില്ല. കാരണം അക്രമത്തിൻ്റെ വഴി കൊണ്ട് നേരിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളതിനെ നിയമപരമായി നേരിടാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകന്മാരെ മുഴുവനും ശാന്തരാക്കി ഞങ്ങൾ നിർത്തി. ഇന്നലെ രാത്രി UDFൻ്റെ നേതാക്കന്മാരെല്ലാവരും, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാർ സംയുക്തമായി ഞങ്ങൾ ആലോചന നടത്തി. ആ ആലോചനയുടെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ 6 മണി മുതൽ ഞങ്ങൾ ഹർത്താൽ ആലോചിച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി 5:30 മണിയോടുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ അദ്ദേഹം കടന്നു കളയാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. എയർപോർട്ടിലേക്ക് കടന്നു കളഞ്ഞ് അദ്ദേഹം എമിഗ്രേഷൻ വെച്ച് ലുക്കൌട്ട് നോട്ടീസിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പിടിയിലാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോലീസ് ആക്ഷൻ ഈ കാര്യത്തിൽ ഉണ്ടായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ സാഹചര്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് ഞങ്ങളുടെ സമാധാനത്തിന് നൽകിയ മാൻഡേറ്റാണ്. ഞങ്ങളൊരു വളരെ വൈകാരികമായൊരു സാഹചര്യത്തിൽ പോലീസ് ആക്ഷൻ ഇല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ പ്രഖ്യാപിച്ച ഹർത്താൽ അതോടുകൂടി 6 മണിക്ക് ശേഷം ഞങ്ങൾ അടിയന്തരമായി UDFൻ്റെ കൂടിയാലോചന നടന്നു. 7 മണിയോടെ ഞങ്ങൾ ഈ ഹർത്താൽ പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചു. ഇവിടെ പൊതുജനങ്ങളോടും സാധാരണക്കാരോടും പറയാനുള്ളൊരു കാര്യം, ഒരിക്കലും ഞങ്ങൾ ഒരു അക്രമ സമരത്തിലേക്കോ ഹർത്താലിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് സ്വാഭാവികമായും നേരിടേണ്ട പ്രതിഷേധം, അത്യുജ്വലമായ പ്രതിഷേധം നടത്തേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് ഹർത്താൽ ആലോചിച്ചിരുന്നെങ്കിലും ആ ഹർത്താൽ പിൻവലിച്ചിരിക്കുകയാണ്. ജനങ്ങളോടാണ് ഞങ്ങളുടെ കടപ്പാട്. ഒരു കാര്യം കൂടി പറയാം, 7 പഞ്ചായത്തുകളും പെരിന്തൽമണ്ണയിൽ ഞങ്ങൾക്ക് നൽകിയത് ജനങ്ങളാണ്. ഞങ്ങളുടെ വിശ്വാസം ജനങ്ങളിലാണ്. ഇപ്പോൾ ഇന്നലെ ഹർത്താൽ ഞങ്ങൾ ആലോചിച്ചപ്പോൾ തന്നെ കൃത്യമായി 3 കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇതൊരു ശബരിമല സീസണാണ്. അതുകൊണ്ട് ശബരിമല യാത്ര ചെയ്യുന്ന തീർത്ഥാടകരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നത് ഞങ്ങൾ പ്രധാനമായും പറഞ്ഞൊരു കാര്യമായിരുന്നു. അവരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ കല്യാണങ്ങൾ, നേരത്തെ നിശ്ചയിച്ച കല്യാണങ്ങളാണ്, അതെല്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. പാലും പച്ചക്കറിയും നേരത്തെ തന്നെ അതൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. ആ സാഹചര്യം ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഹർത്താലിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ പോലും വളരെ കരുതലോടെ, പ്രത്യേകിച്ച് ഒരു ക്രിസ്മസ് വെക്കേഷനിലെ നമ്മുടെ പരീക്ഷകളൊക്കെ, കുട്ടികളുടെ പരീക്ഷകളൊക്കെ നടക്കുന്ന കാലമാണ്. ഒരു സ്കൂൾ ബസ് പോലും അല്ലെങ്കിൽ ഒരു കോളേജ് ബസ് പോലും തടയരുത് എന്നതൊന്നും ഞങ്ങൾ നിഷ്കർഷ പുലർത്തിയിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രവർത്തകന്മാർ റോഡ് തടയാൻ ശ്രമിച്ച ഒരു സാഹചര്യത്തിൽ നേതാക്കൾ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മൾ ദീർഘദൂര ബസ്സിനെ കൂടി ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ഉടനെ തന്നെ 7 മണി ആയതോടുകൂടി 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ വിവരം പ്രവർത്തകർക്ക് കൈമാറി ഈ ഹർത്താൽ ഞങ്ങൾ പിൻവലിച്ചിരിക്കുകയാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. ഇങ്ങനെ ഒരു കൾച്ചറാണ് CPM ഇനിയും കേരളത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ കാര്യത്തിലൊന്നും അവരൊരു കാര്യവും പഠിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ അവർക്ക് കടുത്ത ശിക്ഷ നൽകും. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ UDFൻ്റെ ഒരു വലിയ തരംഗം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചിരിക്കുന്നു. അതിനേക്കാൾ വലിയൊരു തരംഗം UDFന് ഉണ്ടാകുമെന്ന ബോധ്യമുണ്ടാകുമ്പോൾ വിറളി പിടിച്ചിട്ട് കാര്യമില്ല. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം, അതുപോലെ ചരിത്രത്തിൽ ആദ്യമായി മുനിസിപ്പാലിറ്റി ഇവിടെ നേടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്ക് വന്ന വീഴ്ചകളാണ് തീർച്ചയായിട്ടും ഈ ഒരു വലിയ തിരിച്ചടി ഉണ്ടായത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം,
ഞങ്ങൾക്ക് പകരം ഇത് ഇടതുപക്ഷമായിരുന്നെങ്കിൽ 10,000-കണക്കിന് പ്രവർത്തകർ അണിനിരത്തിയ ഒരു ഘോഷയാത്ര ഇങ്ങനെ സമാപിക്കുമായിരുന്നോ? ഇന്നലെ നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. പറയുന്നത് അവരുടെ പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം നടത്തിയെന്നാണ്. അല്ല, ഞാനൊരു കാര്യം പറയാം പ്രശാന്ത്, അങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രതികൾ ആരാണെങ്കിലും ആ പ്രതികളിലെ ഒരാളെപ്പോലും UDF സംരക്ഷിക്കില്ല. മാത്രമല്ല, അങ്ങനെ ഒരു പ്രതിയെ അവർക്ക് പിടികൂടാൻ കഴിയുമെങ്കിൽ പോലീസ് അവരുടെ കയ്യിലാണല്ലോ, ഭരണം അവരുടെ കയ്യിലാണല്ലോ, അവരാരെയും പിടികൂടട്ടെ. ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഞങ്ങൾ അത്രയും ജാഗ്രതയോടെയാണ് ഇന്നലെ എല്ലായിടത്തും നിലയുറപ്പിച്ചത്. കാരണം ഒരു പ്രവർത്തകൻ പോലും അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പിന്നെ പട്ടാമ്പി റോഡിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല എന്ന് മാത്രമല്ല, ആ ഭാഗത്തേക്ക് അടക്കം ആളുകൾ മുഴുവനും പിരിഞ്ഞു പോയി. അതിനുശേഷമാണ് ഒരു കല്ലേറിൻ്റെ വാർത്ത വരുന്നത്. ഈ കല്ലേറ് നടത്തിയതും CPM ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, സംശയിക്കുന്നു. പോലീസ് അന്വേഷിക്കട്ടെ. കാരണം ഈ കല്ലേറിന് പിറകിൽ തീർച്ചയായിട്ടും UDFൻ്റെ പ്രവർത്തകർക്ക് അതിലൊരു പങ്കുമില്ല. അങ്ങനെ കല്ലെറിയാൻ മാത്രം ഞങ്ങൾക്കൊരു വളരോടും ശത്രുതയില്ല. ഞങ്ങളിത് CPMനെ തന്നെ തോൽപ്പിച്ചത് CPM പ്രവർത്തകർ കൂടിയാണ്. അവരുടെ സ്ട്രോങ് ഹോൾഡ് ഇന്നേവരെ അട്ടിമറിയാത്ത പല കേന്ദ്രങ്ങളും തകർന്നത് എന്തുകൊണ്ടാണ്? CPMൻ്റെ ഈ ധിക്കാരവും ധാർഷ്ട്യവും അടിമപ്പണിയും എടുക്കാൻ ഇനി സഹിക്കാൻ കഴിയില്ല എന്ന് അവരുടെ പ്രവർത്തകർ തീരുമാനിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കല്ലെറിഞ്ഞവരിൽ ഇതുപോലെയുള്ള സാധാരണ LDFകാർ പോലും ഇല്ല. ഇതൊരു മാസീവായിട്ട് നടത്തിയിട്ടുള്ള അവരുടെ നേതൃതലത്തിലുള്ള ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചന കൂടി പോലീസ് പുറത്തു കൊണ്ടുവരണം എന്നത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഇത് നേരത്തെ തന്നെ ഒരു പോലീസ് ആക്ഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാകുകയായിരുന്നെങ്കിൽ ഈ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരമാർഗ്ഗങ്ങളിലേക്ക് ഞങ്ങൾ പോകുമായിരുന്നുള്ളൂ. ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാം, പെരിന്തൽമണ്ണ പോലെയുള്ള ഒരു സ്ഥലത്ത്, കൂടുതൽ ജനങ്ങളൊക്കെ പ്രബുദ്ധരായൊരു സ്ഥലത്ത് ഇങ്ങനെ അടിച്ചും എറിഞ്ഞും ആക്രമിച്ചും ഓഫീസ് പൊളിച്ചും തോൽപ്പിക്കാനാണ് CPM വിചാരിക്കുന്നതെങ്കിൽ അത് ജനങ്ങളാണ് നിരത്തി ഞങ്ങൾ പ്രതിരോധിക്കും. ഇവിടുത്തെ വ്യാപാരികളായ ആളുകളോടൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ ഹർത്താൽ പോകണ്ട എന്നത് UDFൻ്റെ തീരുമാനമാണ്. പോലീസിനെ മുൻനിർത്തിയായിരുന്നു ആക്രമണം അയച്ചുവിട്ടത് CPM. ഇതിൻ്റെ ഏറ്റവും ദുഃഖകരമായ കാര്യം, ഈ അക്രമികൾ ഒരു സംഘം ആളുകളാണ്, ഒരു ചെറിയ സംഘം ആളുകളാണ്. അവിടെ നിറയെ പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാർ അവരെ താലോലിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. പോലീസുകാർ എറിഞ്ഞ പ്രതികളെ ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ മൊത്തം നിങ്ങൾക്ക് നൽകാം. പിന്നെ ഓഫീസ് ആക്രമിച്ച് എറിയുന്ന ആളെ പിന്നെ ചുമലിൽ തലോടി പോകുന്ന ഒരു പോലീസ് ഞങ്ങൾ കണ്ടു. ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ക്രമസമാധാന പാലനം എന്ന ഉത്തരവാദിത്തം നിങ്ങൾ നിറവേറ്റിയില്ല എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ കാര്യം. പോലീസ് പ്രശ്നക്കാരുടെ കൂടെ, സംഘർഷക്കാരുടെ കൂടെ, നമ്മൾ സാധാരണ ഗുജറാത്ത് കലാപത്തിലൊക്കെയാണ് ഇങ്ങനെ പോലീസിനെ കണ്ടത്, ആ തരത്തിലായിരുന്നു പെരുമാറിയത്. പക്ഷേ രാത്രിയോടെ പോലീസിനൊരു കാര്യം ബോധ്യമായി, ഇത് കൈവിട്ടു പോകുമെന്ന് ഉറപ്പ് അവർക്കുണ്ടായപ്പോഴാണ് അവർ ആക്ഷനിലേക്ക് പോയത്. ആക്ഷനിലേക്ക് പോയതിൽ സന്തോഷമുണ്ട്, പ്രതികളെ പിടിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ ആ സമയത്ത് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ സംഘർഷം അവർക്ക് ഒഴിവാക്കാമായിരുന്നു. നിരവധി ആളുകൾക്ക് പിന്നെ വലിയ തോതിൽ തന്നെ ഒരു കലാപത്തിലേക്ക് പോകാവുന്ന ഒരു വിത്താണ് ഇവിടെ ഇട്ടിരുന്നത്. പക്ഷേ വളരെ സംയമനത്തോടെ, ശ്രദ്ധയോടെ, കരുതലോടെ UDF എടുത്തിട്ടുള്ള ഒരു വലിയ സ്റ്റെപ്പ് കൊണ്ടാണ് പെരിന്തൽമണ്ണ കത്താതിരുന്നത്.